എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിലുള്ള ഒരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി നോക്കാം. ഇതിന് മുൻപ് ഞാനൊരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞതാണ്. ഇത് ഒരു റിക്വസ്റ്റഡ് റെസിപ്പി കൂടിയാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്കൊരു 2 ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുത്തു, 2 ഗ്രാമ്പു, 2 ഏലക്ക. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിക്ക് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകാണ്, 3 എരിവുള്ള പച്ചമുളക് കീറിയതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പച്ചയ്ക്ക് പൊടിച്ചാണ്, അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 ചെറിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് വഴണ്ടി കിട്ടും. സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ ക്യാരറ്റ് ക്യൂബാക്കി അരിഞ്ഞതാണ്, അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 കപ്പ് 2ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ക്യാനിലുള്ള തേങ്ങാപ്പാൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടും എടുക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡറും എടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് ഇതിൽ കിടന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്. അത് നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കണം. 1ാം പാൽ എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, വെള്ളമൊന്നും ചേർക്കാതെ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ. ഞാനിവിടെ നല്ല കട്ടിയിൽ തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വെക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇത് തിളയ്ക്കാനായിട്ട് പാടില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയേ ആവുള്ളൂ. അപ്പോൾ ഇനി ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.